ഞാൻ നിങ്ങളുടെ അനുപ ടീച്ചറാണ് കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ പാർട്ട് ഇട്ടപ്പോൾ അതിൽ കുറച്ച് ഭാഗ്യമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. സോറി, എല്ലാവരും ക്ഷമിക്കണം. ഞാനതിൻ്റെ ബാലൻസ് കൂടി ഇട്ടു എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാനത് പിന്നെ കേട്ട് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റിയതാണ്. മക്കളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ബാക്കി ടീച്ചർ പഠിപ്പിച്ചിട്ടേരാം കേട്ടോ. ഇപ്പം അപ്പോൾ നമ്മൾ കണ്ടുല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു എന്ത്, നമ്മുടെ നെറ്റ്കട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നതും അല്ലേ. അതിന് ശേഷം ജഡ്പട്ട് എന്ത് ചെയ്തു, അവനെ രക്ഷിച്ച് കരയിൽ കൊണ്ടുവന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. മക്കൾ കണ്ടില്ലെങ്കിൽ ആ ക്ലാസ്സൊക്കെ കയറി കണ്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി വെക്കാം. അപ്പോൾ പാലത്തിലെത്തിയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ നെറ്റ്കട്ട് പെട്ടെന്ന് അങ്ങ് കരയാൻ തുടങ്ങിയില്ലേ. അപ്പോൾ മൂത്ത ആൾ ചോദിച്ചു, ഞാൻ നിന്നെ രക്ഷിച്ചുല്ലോ, നീ ഒഴുകിപ്പോയില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നെറ്റ്കട്ട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യില്ലേ, അമ്മയോട് പറയില്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. നെറ്റ്കട്ടിനെ രോത്തേ കഹാ, നെറ്റ്കട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തും ഘർ ജാക്കർ മാംസേ മേരി ശിക്കായത്ത് കരോगे, നീ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് നീ പരാതി പറയുമല്ലോ. ഞാനിങ്ങനെ തോട്ടിൽ പിന്നെ എന്താണ് കടലാസ് വെള്ളം ഒഴുക്കാനായിട്ട് ഇറങ്ങിയതും ഞാനതിൽ വീണ് പോയതും ഒക്കെ ചെന്ന് അമ്മയോട് പരാതിയായിട്ട് പറയില്ലേ എന്ന് ചോദിച്ചു. അഗർ നിന്നെ കരുന്തോ, അപ്പോൾ നമ്മുടെ ജഡ്പട്ട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലോ. തോ ജോക്കാഹോ, എങ്ങനെയും പറ, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലോ. നെറ്റ്കട്ട് കരോന ബന്ദ് ഹോ ഗയ, നെറ്റ്കട്ട് സ്വിച്ചിട്ടാണെങ്കിൽ അങ്ങ് നിർത്തുക കേട്ടോ. നെറ്റ്കട്ടിൻ്റെ കരച്ചിൽ അങ്ങ് നിർത്തിയവൻ. മുച്ചേ കാഗസ് കി നാവ് ബനാന നഹി ആത്ത, തും സിക്കാ ദോഗേ. എന്നിട്ട് അപ്പോൾ ചട്ട്പട്ട് ചോദിക്കുകയാണ്, എനിക്ക് പേപ്പർ കൊണ്ടുള്ള വെള്ളം ഉണ്ടാക്കാൻ അറിയില്ല, നീ എന്നെ പഠിപ്പിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെറ്റ്കട്ട് പറയാം കേട്ടോ, ഉസ്മേൻ ക്യാ ഹേ, അതിനെന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നെറ്റ്കട്ട് കൂശ് ഹോക്കർ പോലെ, നെറ്റ്കട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറയുന്നത്, കാരണം വീട്ടിൽ ചെന്ന് പറയില്ല എന്ന് പറഞ്ഞല്ലോ. പർ മുझे തൈർന നഹി ആത്ത, തും സിക്കാ ദോഗേ. അപ്പോൾ തിരിച്ച് നെറ്റ്കട്ട് ചോദിക്കുകയാണ് കേട്ടോ, എനിക്ക് നീന്താൻ അറിയില്ല, നീ എന്നെ നീന്തൽ പഠിപ്പിച്ചു തരുമോ എന്ന് ചേട്ടനോട് ചോദിക്കുകയാണേ. ഉസ്മേൻ ക്യാ ഹേ, झटपट മുസ്കുരാത്തെ ഹുയെ നട്ട്കട്ട് की शब्दों की नकल की. അപ്പോൾ झटपट ചിരിച്ചുകൊണ്ട് നട്ട്കട്ടിൻ്റെ ശബ്ദം അവൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ അനുകരിച്ചിട്ട് പറയാണ്, അതിനെന്താ എന്ന് ചേട്ടൻ പറയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, ദോനോ ഭായി ഹസ്പടെ, എന്നിട്ട് രണ്ടുപേരും ചിരിച്ചു. ലേക്കിൻ झटपट ने नटखट का बस्ता ഉസെ പകടാക്കർ പുൽക്കി മുണ്ടേരി പർസെ അപ്പനെ ബസ്ത ഉടായ. അപ്പോൾ പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു, ജഡ്പട്ട് നെറ്റ്കട്ടിൻ്റെ ബാഗ് എന്ത് ചെയ്തു, അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ പാലത്തിൻ്റെ മുണ്ട്, ആ പാലത്തിൻ്റെ കൈവരിയിൽ അപ്പനാ ബസ്ത ഉടായ, തൻ്റെ ബാഗ് ആരെടുത്തു, നമ്മുടെ ജഡ്പട്ട് എടുത്തു. ഏകദം ചിന്തിത ഹോക്കർ പോലെ, എന്നിട്ട് ചിന്തിച്ചിട്ട് പറയാണ് കേട്ടോ. ചട്ട്പട്ട് പറയാണ്, അരേ ചോട്ടെ ഹം ദോനോങ്കെ കപ്പടെ ഫീഗ് ഗേ ഹേ, അനിയ നമ്മുടെ രണ്ടാളിൻ്റെ ഡ്രസ്സ് നനഞ്ഞൂലോ. ഹമേ ഫീഗെ കപ്പടോമേ ദേഖേ മാം പൂച്ചേഗി തോ ക്യാ കഹേങ്കെ. നമ്മൾ നനഞ്ഞ ഡ്രസ്സുമായിട്ട് ചെല്ലുന്ന കണ്ട അമ്മ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കുമല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക, ബേഡേ അപ്പ് നട്ട്കട്ട് ഏക്ക് പൽ സോച്ച ഓർ ബോല, ചേട്ടാ ഇപ്പോൾ നമ്മളിനി എന്താ ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, ദൗഡ് ലഗാത്തേ, നമുക്ക് എന്ത് ചെയ്യാം, ഓടാൻ തുടങ്ങാൻ ചേട്ടാന്ന് പറഞ്ഞു. കപ്പടെ അപ്പനെ ആപ്പ് സുഖായെങ്കിൽ, നമുക്ക് ഓടാൻ ചേട്ടാ, അപ്പോൾ ഡ്രസ്സ് താനെ ഉണങ്ങിക്കോളും എന്ന് പറയുകയാണേ. യഹ് ടീക്കേ, ചട്ട്പട്ടിനെ അപ്പന ബസ്ത പീഡപ്പട്ട് ടാങ്കത്തെ ഹുയെ കഹ. ചട്ട്പട്ട് തൻ്റെ ബാഗ് മുതുകത്തേക്ക് തൂക്കിക്കൊണ്ട് പറഞ്ഞു, അത് ശരിയാ, നമുക്ക് ഓടാന്ന് പറയാണ് കേട്ടോ. നട്ട്കട്ടിനെ ഫി അപ്പന ബസ്ത പീഡ് പർ ടാങ് ലിയ, അങ്ങനെ നട്ട്കട്ടും തൻ്റെ ബാഗ് എന്ത് ചെയ്തു, മുതുകത്തേക്ക് ഇട്ടു. ജഡ്പട്ട് കെ ബരാബർ ഖടേ ഹോക്കർ, എന്നിട്ട് ജഡ്പട്ടിൻ്റെ നേരെ നിന്നുകൊണ്ട് പിന്നെ ദൗഡ് ശുരു കർണേക്ക് അന്താസേമയും പോലെ, സാധാരണ ഓട്ടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓടില്ലേ, അതുപോലെ പറയാട്ടെ, 1 2 3 ദോനോ ദൗഡ്, എന്നിട്ട് രണ്ടാൾ ഓടുവാണേ. ആകെ പീछे नहीं, നേരത്തെ ജഡ്പട്ട് മുന്നേ പോവും, നെറ്റ്കട്ട് പുറകിൽ പോവും, അങ്ങനെ ആയിരുന്നല്ലേ. ഇപ്പോൾ മുന്നിലും പുറകിലും അല്ല കേട്ടോ. ഏക്ക് ദൂസരേക്ക് ഹാത്ത് പകടെ സാത്ത് സാത്ത്, രണ്ടുപേരും പരസ്പരം കൈ ചേർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ ഓടുന്നത്.
സർദിയാം അഭി ശുരു നഹി ഹുയി തി, ഇപ്പോഴും തണുപ്പ് കാലം ഒന്നും തുടങ്ങിയിട്ടില്ല. മൗസം സാഫ്ത, കാലാവസ്ഥയൊക്കെ ക്ലിയർ ആട്ടോ. ചട്കീലി ധൂപ് നികലി ഹുയി തി, സൂര്യൻ്റെ നല്ല തിളക്കമുള്ള വെയിൽ വരുന്നുണ്ടായിരുന്നു. ദോനോ ഭായി മസേമേൻ ദൗഡ് ചലേ ഗേ, രണ്ടാളും നല്ല രസത്തിൽ ഓടി പോവാട്ടോ. നാല പാർക്കിയ, രണ്ടാളും ഒരുമിച്ച് കൈപിടിച്ച് ഓടി തോട് കടന്നു. ബാഗ് പാർക്കിയ, തോട്ടം കടന്നു. ഖേത്ത് പാർക്കിയ, വയൽ കടന്നു. ബർഗത് കോഫി വീച്ചെ ചോദിയ, വടവൃക്ഷത്തെയും പിന്നിലാക്കി. ലേക്കിൻ പോക്കർ തക്ക് പഹൂഞ്ചത്തെ ദോനോ തഗ്ഗേ, ആ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ രണ്ടാളും ക്ഷീണിച്ചു കേട്ടോ. ഓക്കെ, എന്നിട്ട് രണ്ടാളും അങ്ങ് നിന്നു. കപ്പടെ സുഖേ ചോട്ടെ, झटपट ने ഹാംഫത്തെ ഹുയെ ലേക്കിൻ കുഷ് ഹോത്തെ കഹ. അപ്പോൾ ജട്ട്പട്ട് കിതച്ചുകൊണ്ട്, ഹാംബുനാന്ന് വെച്ചാൽ കിതക്കേട്ടെ, കിതച്ചുകൊണ്ട് പക്ഷെ സന്തോഷത്തോടെ പറഞ്ഞു, കപ്പടെ സുഖേ ചോട്ടെ, നമ്മുടെ ഡ്രസ്സ് ഉണങ്ങി അനിയാന്ന് പറയാ കേട്ടോ. ഹാബെടെ വാക്കൈ കപ്പടേത്ത സുഖേ, ചേട്ടാ നമ്മുടെ രണ്ടുപേരെയും ഡ്രസ്സ് എന്ത് ചെയ്തു, ഭാഗ്യത്തിന് ഉണങ്ങിയിട്ടുണ്ട്. നട്ട്കട്ടിനെ ഖുഷ് ഹോക്കർ കഹ, നട്ട്കട്ടും ഭയങ്കര സന്തോഷത്തിൽ പറയാട്ടോ. तभी नटखट को पोकर के किनारे एक चिकनी गिट्टी दिखाई पड़ी. അപ്പോഴാണ് നട്ട്കട്ടിന് ആ കുളത്തിൻ്റെ സമീപത്തു നിന്ന് ഒരു തിളക്കമുള്ള ഒരു കല്ല്, ഗിഡി എന്ന് വെച്ചാൽ കല്ല് കേട്ടോ, ചെറിയ കല്ലിൻ്റെ കഷ്ണം കാണുന്നത്. നട്ട്കട്ടിനെ ഉസി ഉടാലിയ, നട്ട്കട്ട് അതിനെ എടുത്തു കേട്ടോ. और തിർച്ചി ഹോക്കർ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വളഞ്ഞിട്ട് എന്ത് ചെയ്തു, ഉസെ ഇസ് തരഫ് പേങ്കാക്കി, അതിനെ ഇങ്ങനെ എറിഞ്ഞു. എങ്ങനെ, ഗിഡി പാനിക്ക് സദഫ് पर उलझी हुई दूर तक चली गई. ആ കല്ലിൻ്റെ കഷ്ണം ഉണ്ടല്ലോ ഗിഡി, അത് വെള്ളത്തിലൂടെ ഇങ്ങനെ തട്ടിച്ചാടി ദൂരത്തേക്ക് പോയി, എന്ന് വെച്ചാൽ ആ വെള്ളത്തിലൂടെ ടച്ച് ചെയ്തത് ദൂരത്തേക്ക് പോയി. ദേക്കാ ദേക്കി ജട്ട്പട്ടിനെ ഫി ഏക്ക് ഗിഡി ഉടാക്കർ ഫേങ്ക്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ചേട്ടൻ ജട്ട്പട്ടിനുണ്ടല്ലോ, അവനും ഒരു കല്ലെടുത്തു കേട്ടോ. അവൻ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്, കാരണം ഇവ പെട്ടെന്ന് അങ്ങ് പോവുക ചെയ്യാറല്ലേ, നമ്മുടെ ജട്ട്പട്ട് പെട്ടെന്ന് അങ്ങ് പോകും. നട്ട്കട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യാറ്, അതല്ലേ സ്കൂളിൽ പോകാനൊക്കെ ലേറ്റ് ആവുന്നത്. ചട്ട്പട്ടപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒരു കല്ലിൻ്റെ കഷ്ണം എടുത്തു കേട്ടോ. ഫേങ്കതി, എന്നിട്ട് എറിഞ്ഞേ, വെള്ളത്തിലേക്ക് ഇങ്ങനെ കൊള്ളിച്ച് എറിഞ്ഞു. അതങ്ങനെ തെറിച്ച് പോകുന്ന ആക്കെ കരുതിയത്. ലേക്കിന് ഉസ്കി ഗിഡിയേക്ക് നമ്പാനിമേ ഗുഡുപ്പ് ഹോഗൈ, പക്ഷെ അവൻ്റെ കല്ലുണ്ടല്ലോ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ബെഡെ തുംകോ ഗിട്ടി പൈരാന നഹിയാത്താ. അപ്പോൾ നമ്മുടെ നട്ട്കട്ട് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ കല്ലെറിയാൻ അറിയില്ലേ? ചോട്ടെ തും സിക്കാ സക്തേ ഹോ, നിനക്ക് എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ക്യോ നഹി അബീലോ, എന്തുകൊണ്ട് പറ്റില്ല, ഇപ്പം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നട്ട്കട്ടിനെ ധ്യാൻസ് നീച്ച് ദേക്കറേക്ക് ഗിഡി വിടായി. ശ്രദ്ധിച്ച് താഴ്ന്നൊരു കല്ലെടുക്കുക കേട്ടോ. എന്നിട്ടോ ചട്ട്പട്ട് കോ ദിക്കാത്തെ ഹുയെ പോലെ, ചട്ട്പട്ടിനെ കാണിച്ചിട്ട് പറയാണ്, ഗിഡി ഏസി ലോ ജോ സ്യാദാ ഭാരി ഓർ കുർദരി ന ഹോ. ചേട്ടാ, ഈ കല്ലെടുക്കുമ്പോണ്ടല്ലോ, ഈ കല്ലിൻ്റെ കഷ്ണം നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ ഭാരമുള്ളതും പരിപരുത്തതൊന്നും ആയിരിക്കരുത് കേട്ടോ. ഹൽക്കി ഓർ ചിക്കിനി, അതായത് ഇത്തിരി വെയിറ്റൊക്കെ കുറഞ്ഞ തിളക്കമുള്ള അതുപോലുള്ള കല്ലുകൾ വേണം ചേട്ടാ നോക്കി എടുക്കാനുള്ളത്. ഒരു സീതരഹുവേങ്ങ, എന്നിട്ട് ഇങ്ങനെ എറിയണം കേട്ടോ, അപ്പോഴേ ആ വെള്ളത്തിൽ കൊണ്ടിട്ട് അതിങ്ങനെ ദൂരേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ മുങ്ങിപ്പോവും. ലേക്കിൻ അപ്പോൾ ചട്ട്പട്ട് ഞാൻ ബാണ്ട് ചുകാത്ത, പക്ഷെ ഇങ്ങനെ ഇവൻ എറിഞ്ഞ് കാണിക്കുന്ന സമയത്തുണ്ടല്ലോ ചട്ട്പട്ട് അതല്ല കേട്ടോ നോക്കുന്നേ, അവൻ്റെ ശ്രദ്ധ മാറിയിട്ടുണ്ടായിരുന്നു. വഹ പോക്കർക്ക് പാനി പുറത്തായിരത്തി ബദ്ധക്കവും കൊദ്യാൻസ് ദേഗ്രഹാത്ത, അവൻ ആ കുളത്തിൽ നീന്തുന്ന താറാവിനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. മുന്നൊന്നും പ്രകൃതിയുടെ സൗന്ദര്യം ആരും മനസ്സിലാക്കിയില്ല, ജട്ട്പട്ട് മനസ്സിലാക്കിയില്ല. അവൻ ഒറ്റ ഓട്ടത്തിനങ്ങ് പോകും, അവിടെ ചെല്ലും, നമ്മുടെ നട്ട്കട്ടിനെ കാത്തു നിൽക്കും. നട്ട്കട്ട് ഈ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും കണ്ടും മനസ്സിലാക്കിയൊക്കെ പോവുക അല്ലേ. അപ്പോൾ ആ സഹോദര സ്നേഹവും പ്രകൃതി സ്നേഹവും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു കഥയായിരുന്നു കേട്ടോ. മക്കൾ ഇത് കേൾക്കുക. ടീച്ചറിന് അബദ്ധം പറ്റിയതാട്ടോ, ടീച്ചർ എഡിറ്റ് ചെയ്ത് ഇട്ടപ്പോൾ ഞാനത് ശരിക്കും കേൾക്കാത്തതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിച്ചേരെ. ഇതിൻ്റെ വർക്കൊക്കെ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ബൈ.